എനിക്ക് നിന്റെ തന്തയ്ക്ക് തള്ളയ്ക്ക് വിളിക്കാൻ അറിയാൻ. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തടം സമയത്ത് എൻ്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രം ദ ഇൻട്രോ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നേ എന്നുള്ളത്. രേണു സുധിയാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായി ഞാൻ ഈ ഒരു ടോപ്പിക്ക് മാത്രമാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് കഴിഞ്ഞ 3-4 ദിവസമായി ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി പല കോണ്ടന്റുകളും രേണു സുധി സോഷ്യൽ മീഡിയയിൽ ഇടുന്നതുകൊണ്ട്. അപ്പോൾ സംസാരിച്ച് ഐ വോണ്ട് എ ചേഞ്ച്. സോ രേണു സുധിനെ ചേഞ്ച് ചെയ്യാനോ രേണു സുധി ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സിയിൽ ചേഞ്ച് വരുത്താനോ എന്നെ കൊണ്ട് പറ്റില്ല. സോ വാട്ട് ഐ ക്യാൻ ഡൂ ഇസ് ഐ ക്യാൻ ചേഞ്ച് മൈ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എൻ്റെ സഹോദരൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഏടത്തി അമ്മയുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. സോ ഐ ഹോപ്പ് ഇതൊരു വെറൈറ്റി പ്ലേസ് ആണ്. അപ്പോൾ നമുക്കൊരു വേറെ ഫീലിൽ വീഡിയോ എടുക്കാം. കേട്ടോ എന്നറിയില്ല, നല്ലൊരു ഇടിയുടെ ഗർജനം കേൾക്കാം. സോ അധികം നിങ്ങളോട് കത്തിയടിച്ചിരിക്കുന്നില്ല, വേഗം നമുക്ക് വീഡിയോ എടുത്ത് അവസാനിപ്പിക്കാം. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിയ ഒരു ചർച്ച ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം. കിച്ചുവിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തു. ആ റീലിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്. സോ അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് കിച്ചു പോസ്റ്റ് ചെയ്ത ആ റീല് ഫസ്റ്റ് ഒന്ന് നോക്കാം. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തടം സമയത്ത് എൻ്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അതൊക്കെ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാത്ത. എൻ്റെ നിലാവാണ്, നീയില്ല നേരം ഞാൻ ഈ ഭൂമിയിൽ ഇന്നാരാവാനാണോ രാവാണു. നീ എൻ്റെ നിലാവാണു, നീയില്ല നേരം ഞാൻ ഈ ഭൂമിയിൽ ഇന്നാരാവാനാണോ. അതരം എന്നെനിക്കൊരു മധുരക്കരും മനസ്സിലെ മുറിവുകൾ ഉണക്കും വരുന്നു. കടമകൾ അനവധി കടന്നു വരും. നീ എൻ്റെ ഹൃദയത്തിൻ കഥക് ഞാൻ തുറന്നു തരും. ചതുരംഗത്തിലറാണ് നീയ പടയാളിയായി ഞാൻ കാവലാകാം മഴയും പുഴയും. ഇതാണ് ആ റാപ്പ് സോങ്. സീരിയസ്ലി അടിപൊളി. കിച്ചു എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഇൻ ദ സെൻസ് ഈ കുറച്ച് കൊല്ലങ്ങളായിട്ട് കൊല്ലം സുധിയുമായി ബന്ധപ്പെട്ടിട്ട് രേണു സുധി ഇങ്ങനെ നടന്നും കമന്നും വളഞ്ഞും ഒടിഞ്ഞും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു പരിപാടിക്ക് വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇവൻ മീഡിയക്കാരുടെ മുമ്പിൽ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇവൻ്റെ ലൈവ് വരുന്ന സമയത്ത് ചോദ്യത്തിന് മറുപടി കൊടുക്കുന്ന സമയത്താണെങ്കിലും അവൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്ന് വെച്ചാൽ അവന് ബുദ്ധിയും ബോധവും വിവരവും വിവേകവും ഉണ്ട്. എങ്ങനെ മറുപടി കൊടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. പല യൂട്യൂബേഴ്സുമായിട്ട് ആൾക്ക് പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പേഴ്സണലി കാണുന്നതാണ്. ആളുടെ ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എടുത്ത് നിങ്ങൾ നോക്കി നോക്ക്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പ്രൊഫൈൽ കൊണ്ടുപോകുന്നത്, വേണ്ട കണ്ടന്റും കാര്യങ്ങളും എടുത്തിട്ട്. കാരണം ആള് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവൻ്റെ ജീവിതം മുന്നോട്ട് പോവാണ്. അവന് വേണമെങ്കിൽ ഈ സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്യാം, ഫാദറിൻ്റെ കണ്ടന്റ് വിറ്റ്. എനിക്ക് ഇവനിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലം സുധീൻ്റെ ഈ മരണം കഴിഞ്ഞ് ഈ ഓരോ വർഷം ഉണ്ടാവുന്ന ചടങ്ങില്ലേ, ആ ചടങ്ങിന് രേണു ഇങ്ങനെ കല്ലിൻ്റെ മുകളിൽ കടന്ന് കരയുന്നു, അലിൻ ജോസ് പെരേര ഡാൻസ് കളിക്കുന്നു, നിറയെ മീഡിയക്കാർ വരുന്നു. അതിൻ്റെ തലേ ദിവസം രേണു നാളെ പരിപാടി ഉണ്ട് കേട്ടോ വരണം, എന്ത് പരിപാടി, സ്വന്തം ഭർത്താവിൻ്റെ മരണച്ചടങ്ങ്. ആ സെയിം ടൈമിൽ കൊല്ലം സുധിയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പരിപാടിയിൽ ഇവൻ കീപ്പ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലെ ഇവൻ കീപ്പ് ചെയ്ത ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ഒരു സാധനം, ആ ഒരു ഇത് എനിക്ക് ഇവനിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എപ്പോഴും ഡീസൻ്റ് ആണ്, എപ്പോഴും നീറ്റാണ്. ഇവൻ കോൺട്രവേഴ്സി വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല. എന്നാൽ കിച്ചു ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണോ എന്നുള്ളത്. എന്തായാലും അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആൾ ഈ റീൽസിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ലൈഫിൽ നല്ലൊരു ഇരുട്ട് ബാധിച്ച സമയത്ത് വെളിച്ചം പകർന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ഈ റീല് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ അടിപൊളി കമൻസ് ഉണ്ട് കേട്ടോ. വേടന കേൾക്കുന്നില്ലേ, വേടനയൊക്കെ ഇട്ട കുറേ കമൻസ് ഉണ്ട്. എന്നാൽ അതിൽ ഒരു കമൻറ്റ് ഇട്ട ആളുടെ പേര് Meera.6065 എന്നാണ്. എനിക്ക് തോന്നുന്നത് ഒരു OG ഐഡിയ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്, നോട്ട് ഷുവർ. അതിൻ്റെ താഴെ ഇട്ടു, അമ്മയല്ലേ രേണു ചേച്ചി എന്ന് വെച്ചാൽ ചോദിക്കുന്നത്, ഇരുട്ട് നിറഞ്ഞ സമയം നിൻ്റെ ജീവിതത്തിൽ പ്രകാശം നൽകിയ നിൻ്റെ അമ്മയല്ലേ, രേണു ചേച്ചി അല്ലേ. ഇവർ അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയും പിന്നെ ഈ കൂപ്പ് കയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. കിച്ചു മറുപടികൾ പറയുന്നില്ലെങ്കിലും
കിച്ചു റിയാക്ട് ചെയ്യുന്നില്ലെങ്കിലും അമ്മേൻ്റെ ഇഷ്ടത്തിന് അമ്മ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവന് നല്ല ബുദ്ധിയുണ്ട്. അവൻ എന്താണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്, അമ്മ ചെയ്യുന്ന കാര്യം ശരിയാണോ ശരിയല്ലയോ, അതിൻ്റെ മിസ്റ്റേക്ക് എന്താണ്, അമ്മ എവിടെ കറക്റ്റ് ചെയ്യണം, അമ്മ എന്ത് ശ്രദ്ധിക്കണം എന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഈ കുട്ടിക്ക് അച്ചട്ട് ബോധ്യമുണ്ട്. അത് തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂപ്പുകൈ. കാരണം അമ്മ എന്താണിപ്പം അവൻ്റെ അച്ഛനായിട്ടുള്ള കൊല്ലം സുധിയിൽ കാണിക്കുന്നത് എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം. ആൻഡ് അമ്മ പറയുന്നതാണോ അമ്മ ഇവനോട് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവനറിയാം. ആൻഡ് ഇവൻ അറിയുന്നത് പോലെ അമ്മയ്ക്ക് ആക്ച്വൽ കമ്മിറ്റ്മെൻറ്റ് കൊല്ലം സുധീനോടുണ്ടോ, അല്ലെ ഇത് കൊല്ലം സുധീൻ ആക്കി നടക്കുകയാണോ, അല്ലെങ്കിൽ പറയുന്നതിൽ റിയാലിറ്റി ഉണ്ടോ എന്ന് അറിയുന്നത് വേറെ ആരുമല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ജസ്റ്റ് റിയാക്ട് ചെയ്യാണ്ട് അങ്ങ് ഒഴിവാക്കായിരുന്നു. ഇൻസ്റ്റെഡ് ആ കമൻറ്റിന് അവൻ ആ രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ആൾ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. പ്രത്യക്ഷപരമായി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ പല നല്ല തിരിച്ചറിവാണ് അമ്മേനെക്കുറിച്ച് എന്നറിഞ്ഞതിൽ സന്തോഷം മോനെ. ഈ അടുത്തത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിയ ഒരു സാധനം ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രേണുസുധിയുടെ പുതിയ ആൽബം സോങ് ആണ്. ഈ പ്രതീഷ് പ്രകാശനാണ് ഇതിലെ നടൻ. എന്തായിരുന്നു, കുഞ്ഞുമോളെ കല്യാണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനമാണ്. അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ പാട്ടും പിന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം പണ്ട് തൊട്ടേ നമുക്ക് അറിയുന്ന ഒരു കാസ്റ്റിംഗ് ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് രേണുസുധിയുടെ ഒരു ഷോർട്ട് ഫിലിം ഇരുന്ന് ഞാൻ കംപ്ലീറ്റ് കണ്ടു. എന്ന് വെച്ചാൽ ഒരു പൊതുവെ വിവാദങ്ങൾ വരുമ്പോൾ നോക്കല്ലേ, ഇത് വിവാദമല്ല, എന്താ നടക്കുന്നത്. അതുപോലെയൊക്കെ ഒരു ഗുഡ് സ്റ്റോറിയാണ്. ഒരു അച്ഛനും മോളെ കല്യാണം കഴിപ്പിക്കാൻ കുറച്ച് പൈസയുടെ ലാഗ് വരുന്ന സമയത്ത് ആൾക്കാർ സഹായിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കല്യാണം നടത്തുന്നു. അതിനിടയിലുള്ള ബാക്ക്ഗ്രൗണ്ട്. വെൻ ഇറ്റ് കംസ് ടു ദ ആക്ടിങ്, രേണുസുധി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവളുടെ ആക്ടിങ് ആണെങ്കിലും ഡാൻസിങ് ആണെങ്കിലും ഒക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതിലൊന്നും നമുക്ക് ഒരു പരാതിയും ഇല്ല, ഒരു എന്താണ് പറയുക, ഒരു കോൺട്രവേഴ്സിയും ഇല്ല. ആൾ ഇനിയും ആക്ട് ചെയ്യട്ടെ, ഇനിയും അഭിനയിക്കട്ടെ, ഇനിയും നല്ല റീച്ചിലും ഉയരങ്ങളിലും എത്തട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ നെഗറ്റീവ് വഴികൾ, അല്ലെ ചളിയും കൊണ്ട് പിടിച്ച വഴി കൂടെ തന്നെ പോയേ ഞാൻ റോഡ് കടക്കൂ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ഇല്ലെങ്കിൽ ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഒരു ബോംബ് പൊട്ടിക്കാൻ തോന്നുന്ന ആറ്റിറ്റ്യൂഡുണ്ട്. അതിനോട് മാത്രം ചെറിയൊരു അകൽച്ചയുള്ളൂ. എന്തായാലും കാണാത്തവർ താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. നിങ്ങൾ റിയാക്ഷൻ വീഡിയോക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഞാൻ മാറാൻ പോവില്ല എന്ന് തെളിയിക്കുന്ന ഒരു സാധനം അടുത്തത് ഞാൻ കാണിച്ചു തരാം. വന്നു, സീറ്റ് ബെൽറ്റുമായിട്ട് വീണ്ടും വന്നിരിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കാരണം പൊതുവെ ടോപ്പ് ഇറങ്ങിയിട്ടാണ്, ഇത് അത്ര ഇറങ്ങിയിട്ടില്ല. പിന്നെ സീറ്റ് ബെൽറ്റ് അങ്ങ് മാറ്റുന്നുണ്ട്. എന്താട്ടെ, ഐ ആം സീറ്റ് ബെൽറ്റ് മാറ്റൽ ലവർ. സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തുണ്ടായതിൽ ഏറ്റവും കൂടുതൽ രേണുവിന് ഒരു നെഗറ്റീവ് ഡിസ്കഷൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആൾക്കാർ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ സീറ്റ് ബെൽറ്റ് വിഷയം. സീറ്റ് ബെൽറ്റ് വിഷയം എന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. രേണുസുധി സോഷ്യൽ മീഡിയയിൽ ഈ കാറിൽ പോകുന്ന സമയത്ത് ഈ സീറ്റ് ബെൽറ്റ് മാറ്റിയിട്ടൊരു റീൽസ് എടുക്കും. ആ റീൽസ് എടുക്കുന്ന സമയം ഓഫ്കോഴ്സ് രേണുസുധിയുടെ കുറച്ച് ക്ലീവേജ് ഒക്കെ കാണുന്നുണ്ട്. എപ്പോൾ രേണുസുധി സീറ്റ് ബെൽറ്റ് മാറ്റി റീൽസ് എടുക്കുകയാണെങ്കിലും ക്ലീവേജ് കാണും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓഫ്കോഴ്സ് എല്ലാവർക്കും ഒരു ഡിസ്കഷനായി. എന്ന് വെച്ചാൽ എല്ലാവരും കാണുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് അറിയാണ്ട് ഇങ്ങനെ മാറ്റുമ്പോൾ ക്ലീവേജ് കാണുന്നതും എന്നാൽ കണ്ടോ എന്ന് പറഞ്ഞ് മാറ്റി പിടിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമല്ലേ. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി ക്ലീവേജ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രേണു ചേച്ചിയുടെ പുതിയ ഐഡിയ ആണ് ഇത് എന്ന് പറയാൻ തുടങ്ങി. എന്നാൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി കേട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊന്ന് ശ്രദ്ധിക്കും അല്ലേ. ഓഫ്കോഴ്സ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ചൂട് കാരണം ലിറ്ററലി സെയിം, ഞാൻ ഈ ഫുൾ കൈ ഉള്ള ഡ്രസ്സാണ് വിത്ത് ചൂട്, ഇത്ര ബട്ടൺസ് വരുമ്പോൾ ചൂട് കാരണമാണ് ഞാനൊന്നിങ്ങനെ തുറന്നിട്ടെ. പക്ഷെ ഇതൊന്ന് അലമ്പാവുമ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്യും, ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കും. അപ്പം അങ്ങനെ ഒരു കോൺട്രവേഴ്സിയും വന്നു, ഡിസ്കഷനും വന്നു, വർത്താനവും വന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയം നമ്മൾ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, നമ്മളൊന്ന് കുറച്ച് അധികം നമ്മൾ എന്ത് ചെയ്യും, ടേക്ക് കെയർ ചെയ്യും. കാരണം വേണ്ട, വെറുതെ ഒരു കോൺട്രവേഴ്സി വേണ്ട, വെറുതെ ഒരു വർത്താനം വേണ്ട, ഡയലോഗ് വേണ്ടാന്ന് കരുതി നമ്മൾ ശ്രദ്ധിക്കും. എന്നാൽ രേണു ചേച്ചി അങ്ങനെയല്ല, അതൊരു കണ്ടന്റ് ആക്കി പിടിക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. അതിലിട്ടത് ഐ ആം സീറ്റ് ബെൽറ്റ് മാറ്റൽ ലവർ, ഞാൻ സീറ്റ് ബെൽറ്റ് മാറ്റുന്ന ലവറാണ് എന്നുള്ളത്. ഇതൊരു കൈൻഡ് ഓഫ് പ്രതിഷേധമാണെങ്കിലും ദാറ്റ് ഷോസ് യുവർ സ്റ്റാൻഡേർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറയാം, ഞാൻ വളരെ ട്രഡീഷണൽ വസ്ത്രം ധരിക്കുന്ന ഒരാളല്ല, ഞാൻ മോഡേൺ ഔട്ട്ഫിറ്റ് ധരിക്കുന്ന ഒരാളാണ്. എൻ്റെ കംഫോർട്ടബിലിറ്റിക്ക് അനുസരിച്ച് അവിടെ എങ്ങനെ ഇടണം, എങ്ങനെ ആക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇടും, ഇങ്ങനെ ഈ ഷർട്ടും പാൻറ്റും ഇടുന്നുണ്ട് എന്നല്ലാണ്ട് ഞാനിപ്പോൾ ഗോവയിൽ പോകുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഇതുപോലെ ഇടണമെന്നില്ല.
പക്ഷെ ഞാൻ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ ചുരിദാറും സാരി ആയിരിക്കും ഉടുക്കുക. എന്നിട്ട് ഈ ഗോവ ബീച്ചിൽ കൂടെ നടക്കുമ്പോൾ സാരി ഉടുത്ത് നടക്കണം എന്നില്ല. ഞാൻ അതിൻ്റെതായ ഡ്രസ്സും കോസ്റ്റ്യൂമും ഇടും. ഞാനൊരു മോഡേൺ ഡ്രസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും അല്ല, മോഡേൺ ഡ്രസ്സ് ഇടുന്ന ആൾക്കാരെ കുറ്റം പറയുന്ന ഒരാളും അല്ല. പക്ഷേ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ചില പരിപാടികളുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ആലോചിച്ചറിയാം. കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് മാത്രമേ എഗെയിൻസ്റ്റ് പറയുന്നുള്ളൂ. ഇവിടെ രേണുസുതി മീൻ ചെയ്യുന്ന, രേണുസുതി ഈ സിനാരിയോയിൽ കൂടെ കൺവേ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സോ അത് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഐ ക്യാൻ ഡൈജസ്റ്റ്. ഇനി ഒരു കമൻറ്റ് റിയാക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ ഒരു കണ്ടന്റും ഇല്ലെങ്കിൽ ഇതിൽ രേണു പിടിക്കും എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അടുത്ത് കാണിച്ചു തരാം. എടി, നീ ഫേക്കാണെന്ന് ഫേക്ക് അല്ലല്ലോ, എടിയാണല്ലോ എടനാണ്, നീ ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? നായിൻ്റെ മോളെ എന്ന് വിളിക്കാൻ നിൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തോ? എനിക്ക് നിന്റെ തന്തയ്ക്ക് തള്ളയ്ക്ക് വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല. എടി, രേണുസുധിയുടെ ഏതോ വീഡിയോന്റെ താഴെ കമന്റ് ഇട്ടിട്ടുള്ള ഒരു ലേഡിക്ക് കൊടുത്തിട്ടുള്ള ഒപ്പീനിയനാണ്. ഐ ആം നോട്ട് അറ്റ് ഓൾ സെയിങ് രേണു കൊടുത്ത ഒപ്പീനിയൻ തെറ്റാണ്, ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇതല്ല, ഇതിനപ്പുറം പറയണം. കാരണം രേണു എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന കാര്യത്തിനോട് നിങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് നിങ്ങൾക്ക് പറയാം. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഫുൾ രേണുസുധീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. രേണു ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്കൊരു ഓപ്പോസിറ്റ് ഒപ്പീനിയൻ ഉള്ള വ്യക്തി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ പദപ്രയോഗം ഉപയോഗിക്കില്ല, ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉപയോഗിക്കുന്ന ഒരാളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. വിത്ത് റെസ്പെക്ട് നിങ്ങൾ സംസാരിക്കണം. ക്രിറ്റിസിസം ചെയ്യാം എല്ലാവർക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഐ റെസ്പെക്ട് എവറി ക്രിറ്റിസിസം. പക്ഷേ ആ ക്രിറ്റിസിസം ചെയ്യുന്നതിന് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. അവിടെ ഈ നന്ദി കെട്ട രീതിയിൽ ഇമാതിരി വർത്തമാനം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ റിപ്ലൈ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഇവിടെ രേണുവിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നത് നമ്മളുടെ സ്വന്തം ജാസി ചേച്ചിയുടെ ഒരു വീഡിയോ ആണ്. അതൊന്ന് നോക്കാം. ജാസി ചേച്ചി വലിയ കാര്യത്തിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബില്ലിന് അഗെയിൻസ്റ്റ് ഒക്കെ പോയെങ്കിലും ചേച്ചി ചെറുതായിട്ടൊന്ന് ചമ്മിയോ എന്നൊരു ധാരണ ഇല്ലായികയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിട്ട് അവിടെ ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തെങ്കിലും ബാക്കി ട്രാൻസ്ജെൻഡേഴ്സൊക്കെ എപ്പോഴാണ് പ്രസവിക്കുന്നത്, എത്ര കുഞ്ഞായി എന്നൊക്കെ ചോദിച്ച് ചേച്ചി വേഗം തിരിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും കിട്ടിയ ബൈറ്റിൽ രേണു ചേച്ചീനെ കുറിച്ച് ജാസി ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് നോക്കാം. സുധേട്ടനല്ലോ ഊരി കാണിച്ചു കൊടുക്കുന്നത് അല്ലല്ലോ. ആ ചേച്ചി എന്തെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ. ഈ പറയുന്ന ആൾക്കാരൊന്നും അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല. ഓക്കെ, ആ ചേച്ചി സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല, ചേച്ചിയുടെ ഭാഗത്ത് മൂലക്കേക്ക് നിങ്ങൾക്ക് പോയിട്ട് അവർക്ക് കുറച്ച് അരിയും പഞ്ചസാരയും പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങൾ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ രേണു ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആരും ഇവരെ വീട്ടിലോട്ട് അരി വാങ്ങി കൊടുക്കുന്നില്ല. എടോ, ഞങ്ങളുടെ വീട്ടിലോട്ട് ആരും അരി വാങ്ങി തരുന്നില്ല. ഞങ്ങളുടെ വീട്ടിലോട്ട് അരി വാങ്ങാൻ ഞങ്ങൾ തന്നെയാണ് പണിയെടുക്കുന്നത്, ഞങ്ങൾ തന്നെയാണ് അധ്വാനിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ആരെങ്കിലും വന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് അരി വാങ്ങി തരുന്നുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളാരും രേണുസുധീനോട് പണിയൊന്നും എടുക്കാണ്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിരുന്ന് രാമജാപം ചൊല്ലണം എന്നോ വെള്ള സാരി എടുക്കണം എന്നോ നമ്മളാരും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ആരും നമ്മളങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞേ? വെറുതെ കോൺട്രവേഴ്സീസ് നെഗറ്റീവ് ഉണ്ടാക്കുന്നത് നിർത്തണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സബ്സ്ക്രിപ്ഷൻ തുടങ്ങട്ടെ. ഈ ലോകത്ത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന ഒരു ആക്ട്രസ് രേണു മാത്രമല്ല, എത്ര ആളുണ്ട്. പക്ഷെ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് പറഞ്ഞ് കളിക്കുന്നത് രേണു മാത്രം. വേറെ ഒരാളും അങ്ങനെ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. ഈ കാണിക്കലിനെയാണ് നമ്മളെടുത്ത് സംസാരിക്കുന്നത്. രേണു ചെയ്ത സബ്സ്ക്രിപ്ഷൻ ഇസ് എ റോങ് വേ, യു ഷുഡ് നോട്ട് ഡു ദാറ്റ് എന്നൊന്നും നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോക്കാരും പറഞ്ഞിട്ടില്ല. പിന്നെ അവനവൻ്റെ വീട്ടിൽ കഞ്ഞി ഉണ്ടാവണമെങ്കിൽ, അടുപ്പ് കത്തണമെങ്കിൽ അവനവൻ തന്നെ പണിയെടുക്കണം. അവിടെ വേറെ ഒരാളും പണിയെടുക്കാൻ വരുന്നില്ല. അത് എന്ത് പണിയാണെങ്കിലും, യൂട്യൂബ് ആണെങ്കിലും ഇനി ജോലിയാണെങ്കിലും എന്താണെങ്കിലും പണിയെടുക്കണം. അല്ലാണ്ട് നീ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ എങ്ങനെ ഇരുന്നോ ഇങ്ങനെ ആക്കിക്കോ എന്ന് പറഞ്ഞാൽ എന്ത് റെഡിയായി? ഇപ്പോൾ ഗ്യാസ് തീർന്നു, ഗ്യാസ് വരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന ഒരാളുടെ വീട്ടിലും കത്തൂല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അടുപ്പിലിറങ്ങും, വിറക് പറക്കും, കത്തിക്കും, ജീവിക്കും. അപ്പോൾ ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് കരുതി റിയാക്ഷൻ വീഡിയോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഭക്ഷണം കൊടുക്കണ്ടേ? എല്ലാവർക്കും കൊടുക്കണമല്ലോ. ദീപക്കിൻ്റെ വീട്ടിലൊക്കെ ചെന്ന് കൊടുക്കണമല്ലോ. ദീപക്കിന് വേണ്ടി പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന എത്ര ആൾക്കാരുണ്ടായിരുന്നു. അതിൽ എത്ര പേര് ഇപ്പോൾ ദീപക്കിൻ്റെ അമ്മേനെ അച്ഛനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇസ് എ സ്പേസ് ടു എക്സ്പ്രസ്. നിങ്ങളെപ്പോലെയുള്ള കുറേ ആൾക്കാർ വീട്ടിൻ്റെ ഉള്ളിൽ നാട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രൈവസി ആക്കുന്നു. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് വന്ന് ഉമ്മ വെക്കുന്നതും അതും ഇതൊക്കെ നിങ്ങൾ പ്രൈവസി ആക്കണ്ട. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചാനൽ, നിങ്ങളുടെ ഫ്രീഡം. അതുപോലെ ദിസ് ഇസ് അവർ ചാനൽ, ഞങ്ങളുടെ ഫ്രീഡം വോട്ട് ടു സീ. അത് മറ്റൊരാളെ ഹാം ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. ഇത് ആ ചേച്ചി എന്ത് ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നമാണല്ലോ, അതൊരു മോശം. ആ ചേച്ചി എന്ത് ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നങ്ങളാണല്ലോ എന്ന് ചോദിക്കുന്ന ആളോട് നെവർ. ഞാനിപ്പോൾ ഇടത്ത ക്ലിപ്പിൻ്റെ തൊട്ട് ബാക്കത്തെ ക്ലിപ്പിൽ രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ട വ്യക്തിനെ രേണു മോശമായി പറഞ്ഞൊരു സാധനം
ഞാൻ 100% രേണുവിന് അഗ്രി ചെയ്തല്ലോ. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നല്ലത് ചെയ്താൽ നല്ലതെന്നും മോശം ചെയ്താൽ മോശമെന്നും പറയും. ജാസി ചേച്ചിക്ക് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? ജാസി ചേച്ചി ഒതുങ്ങി. കിട്ടേണ്ട അത്രയും വെൽനോസ് പാർട്ടി കണ്ടന്റ് ഉണ്ടാക്കി, പ്രഗ്നൻസി ഉണ്ടാക്കി, ഇനി എന്താണ് ചെമ്പ് വാങ്ങാൻ പോകുന്നത്, കുഴൽ വാങ്ങാൻ പോകുന്നതൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ നല്ല പങ്കാളി കിട്ടി. ഇപ്പോൾ ജാസി ചേച്ചി അവനവൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു. ആരും ഒന്നും പറയുന്നില്ല. ഇവിടെ കയറി ചൊറിഞ്ഞാൽ മാത്രമേ മറ്റൊരാൾ കയറി റിയാക്ട് ചെയ്യൂ. അത് ആളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാത്തടത്തോളം കാലം നോ പ്രോബ്ലം അമ്മേ അറ്റ് ഓൾ. നോ പ്രോബ്ലം അറ്റ് ഓൾ. കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മാറ്റിയല്ലോ സുചേട്ടന്റെ പടം. സുധിച്ചേട്ടൻ പടം വെച്ചാണെങ്കിൽ എന്തിനാണ് വെറുതെ? അത് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ. ആ ഹസ്ബൻഡ് ഇപ്പൊ എത്രയോ പേര് സ്വന്തം മക്കളുടെ പ്രൊഫൈൽ പിക്ക് വെക്കുന്നുണ്ട്, വൈഫുമാരെ പ്രൊഫൈൽ പിക്ക് വെക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങലൊക്കെ വ്യക്തിഗതമായ താല്പര്യമാണ്. പക്ഷെ ഭർത്താവിന്റെ ഫോട്ടോ വെച്ച് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത് റൈറ്റ് കാര്യമല്ല. ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ശ്രീലക്ഷ്മി തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ, സൂചാറിന്റെ ഫോട്ടോ മാറ്റിയല്ലോ. എന്നാ മാറ്റേണ്ട വെച്ചോ. എന്തോ വെരിഫിക്കേഷന് വേണ്ടി മാറ്റിയെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ DP തന്നെ ഇട്. എന്നിട്ട് സബ്സ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഇല്ലടോ, തോന്നൂല. ഇപ്പോൾ ജാസി തന്നെ പല ഇൻ്റർവ്യൂസിലും വന്നിരുന്ന് ഘോര പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഞാൻ വയറ് കാണിക്കുന്നതും ഞാൻ അതും ഇതും ആയിട്ടുള്ള കാര്യത്തിനോടൊന്നും ആശയ്ക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളത് ജാസി തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇഫ് യു ഹാവ് എ ലോയൽ പാർട്ട്ണർ, ഒരു കുറേ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ, എന്നാൽ അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന മോഡേൺ ആൾക്കാരുണ്ട്. എന്നാലും അവർക്കൊന്നും ഇത് വലിയ ഡൈജസ്റ്റ് ആവുന്ന, വലിയ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാവണമെന്നില്ല. അപ്പം അതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം രേണു എപ്പോഴും പറയുന്നത് ഞാൻ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ട്. എനിക്കൊരമ്മയുണ്ട്. എൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്നെ പോറ്റാൻ വേണ്ടി നിൽക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒട്ടും താല്പര്യമില്ല. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഇങ്ങനത്തെ ഓരോ പരിപാടി ചെയ്യാൻ? ഇങ്ങനത്തെ അത് മോശമായി ചെയ്യുന്നു എന്നല്ല പറഞ്ഞാൽ, അത് വ്യക്തിഗതമായ താല്പര്യമാണ്. അത് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഞാൻ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറയില്ല. എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ആൻഡ് എൻ്റെ ക്ലോസ് ആൾക്കാർ ചെയ്യുന്നതിനോടും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അത്രയേ ഉള്ളൂ. താല്പര്യമുള്ള ആൾക്കാർ ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ റൈറ്റാണ്. വി ആർ നോട്ട് ക്രിട്ടിസൈസിങ്. പക്ഷെ അതിനു വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില കോമാളിത്തരങ്ങളെ മാത്രം നമ്മൾ പറയുന്നേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനി സംസാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇടിയും പെയ്യും, മഴയും പെയ്യും, വെയിലും വരും, ലാസ്റ്റ് ചൂടെടുത്തിട്ട് ഞാൻ അടങ്ങും. സോ ദാറ്റ്സ് ഇറ്റ്. അത്രേ പറയാനുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂടെ ഇരുന്നോളൂ. നമുക്ക് ഇനിയും അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാം. ദാറ്റ്സ് ഇറ്റ്. ബൈ.